മരണം അന്വേഷിക്കാൻ CBI വരുന്നതിന് സർക്കാർ കോടതിയിൽ തീർച്ചയായും എതിർക്കും. കാരണം CBI വന്നാൽ ബിനാമി ഇടപാടുകളെല്ലാം പുറത്താകും. CBIയെ തടയാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും അധികം താമസിയാതെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. പാർട്ടിക്ക് ദിവ്യ സത്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന ഭയവും വെപ്രാളവും ഉണ്ട്. CBI അന്വേഷണം ആവശ്യം രാഷ്ട്രീയ വിവാദമായി മാറുകയാണ് ഇപ്പോൾ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയുടെ ക്രൂരമായ അധിക്ഷേപം കാരണം ജീവനൊടുക്കിയ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം ആവശ്യപ്പെട്ട CBI അന്വേഷണത്തെ ഹൈക്കോടതിയിൽ സർക്കാർ എതിർക്കും. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നല്ല രീതിയിലാണ് അന്വേഷണം നടത്തുന്നതെന്നും ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി പ്രതിയായ ദിവ്യയെ റിമാൻഡ് ചെയ്തെന്നും കോടതിയെ അറിയിക്കും. CBI അന്വേഷണത്തിന് തടയിടാൻ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പ്രഖ്യാപിക്കാനും ഇവിടെ സാധ്യതയുണ്ട്. CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. CBI അന്വേഷണം വേണ്ടെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട് സർക്കാരും പാർട്ടിയും വേട്ടക്കാർക്കൊപ്പമാണെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതിന് തുല്യമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ADMന്റെ മരണത്തിലെ CBI അന്വേഷണം വൻ രാഷ്ട്രീയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. PP ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന ഭയവും വെപ്രാളവുമാണ് MV ഗോവിന്ദൻ എന്നാണ് സതീശന്റെ ആരോപണം. അതുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി കുടുംബത്തിനൊപ്പമാണെന്ന് പറഞ്ഞതിനു പിന്നാലെ ജയിലിൽ നിന്നും ഇറങ്ങിയ PP ദിവ്യയെ സ്വീകരിക്കാൻ ഗോവിന്ദന്റെ സ്വന്തം ഭാര്യ തന്നെ പോയത്. CBI അന്വേഷണത്തെ എതിർക്കുമ്പോഴും CPM നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് ഇപ്പോഴും ആവർത്തിക്കുന്ന MV ഗോവിന്ദനും CPMഉം യഥാർത്ഥത്തിൽ എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർത്ത് കുറ്റക്കാരെ രക്ഷിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘവും ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ CBI അന്വേഷണം നടത്തിയേ മതിയാകൂ എന്നാണ് സതീശൻ പറഞ്ഞത്. നവീന്റേത് കൊലപാതകമാണെന്ന സംശയം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയം പറയുന്നത്. ഏകപ്രതിയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ രക്ഷിക്കുന്ന തരത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികളെന്ന് ഹർജിയിൽ പറയുന്നുമുണ്ട്. ദിവ്യയുടെ സ്വാധീനത്തിൽ ജില്ലാ കളക്ടർ വഴങ്ങിയെന്ന ഗുരുതരമായ ആരോപണവും ഉയർന്നിരുന്നു. തെറ്റ് ചെയ്തതായി നവീൻ പറഞ്ഞെന്ന നിലപാട് പിന്നീട് കളക്ടർ അരുൺ K വിജയൻ നടത്തിയ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് ഈ ആരോപണം. യാത്രയയപ്പ് യോഗത്തിലെ ദിവ്യയുടെ പ്രസംഗവും പെട്രോൾ പമ്പ് അപേക്ഷകൻ പ്രശാന്തന്റെ പേരിൽ കെട്ടിച്ചമച്ച കത്തുമെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണ്. നവീൻ അഴിമതിക്കാരനാണെന്ന് പ്രസംഗിച്ച ദിവ്യ അത് പ്രചരിപ്പിക്കാൻ ക്യാമറാമാനെയും വരുത്തിയിരുന്നു. നവീൻ ബാബു ജോലി ചെയ്യേണ്ടിയിരുന്ന പത്തനംതിട്ട ജില്ലയിലെ ഓഫീസിലേക്കടക്കം അയച്ചുകൊടുത്തു. മരണത്തിൽ സംശയമുണ്ടാക്കുന്നത് ഇവിടെയാണ്. പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിന് യാതൊരു താല്പര്യവും കാണിച്ചിട്ടില്ല. തെളിവുകൾ മറച്ചുവെക്കാനാണ് ഇവരുടെ ശ്രമം. അതിനാൽ CBI അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അന്വേഷണ പുരോഗതി റിപ്പോർട്ടും സമർപ്പിക്കണം. CBIക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. കണ്ണൂർ ADM ആയിരുന്ന പത്തനംതിട്ട സ്വദേശി നവീൻ ബാബുവിനെ ഒക്ടോബർ 15-നാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത്. തലേന്ന് നടന്ന യാത്രയയപ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ നവീനെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് സംസാരിച്ചിരുന്നു. ഇതിൽ മനംനൊന്ത് ജീവനൊടുക്കിയെന്നാണ് പോലീസ് കേസ്. പ്രേരണാകുറ്റത്തിന് അറസ്റ്റിലായ ഏകപ്രതി ദിവ്യ ഇപ്പോൾ ജാമ്യത്തിലാണ്. എന്നാൽ നവീന്റെ മരണം കൊലപാതകമാണെന്ന സംശയമാണ് ഭാര്യ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ CBI വന്നാലേ സത്യം തെളിയൂ എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. പ്രതി CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം, കരിക്കുലം കമ്മിറ്റി അംഗം, കുടുംബശ്രീ മിഷൻ ഭരണാധികാരി അംഗം, ജില്ലാ ആസൂത്രണ മിഷൻ ചെയർപേഴ്സൺ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലോക്കൽ പോലീസിലുള്ളവരാണ് പലരും. പ്രോട്ടോകോളിൽ പ്രതിയേക്കാൾ താഴെ നിൽക്കുന്ന ഇൻസ്പെക്ടറാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രതിയെ സംരക്ഷിക്കുന്ന വിധം തെളിവുകൾ ഉണ്ടാകുന്നെന്നും കുടുംബം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വ്യാജരേഖ ഉണ്ടാക്കിയത് സംബന്ധിച്ച് അന്വേഷിക്കാത്തതിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് VD സതീശൻ പറഞ്ഞു. പ്രശാന്തനെ CPM സംരക്ഷിക്കുന്നത് ബിനാമി കഥകൾ പുറത്തു വരാതിരിക്കാനാണ്. പ്രശാന്തൻ ആരുടെ ബിനാമിയാണെന്നത് പുറത്തു വന്നാൽ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. അതുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ CBI അന്വേഷണത്തെ എതിർക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.